കൈത്താക്കാലം 5-ാം ഞായർ. ലൂക്ക 11:14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിലെ പ്രധാന ചിന്താവിഷയം കർത്താവീശോ ഒരു ഊമനിൽ നിന്നും അശുദ്ധാരൂപിയെ പുറത്താക്കി അയാൾക്ക് സംസാരശേഷി നൽകുന്ന കരുണയുടെ ഒരു അത്ഭുത പ്രവൃത്തിയാണ്. വചനമായി അവിടുന്നാണ് ഉള്ളിലെ വചനം ഉച്ചരിക്കുവാൻ സാധിക്കാത്തവന് അതിനുള്ള കഴിവ് നൽകുന്നത്. അവൻ്റെ നാവിൻ്റെ കെട്ടുകൾ അഴിച്ചാണ് വചനം വാക്കായി പ്രകടിപ്പിക്കുവാൻ കർത്താവ് അവന് ശക്തി നൽകിയത്. അശുദ്ധാരൂപിയാണ് വചനത്തിന് കൂച്ചുവിലങ്ങിടുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. മനുഷ്യൻ്റെ ആന്തരികതയെ വെളിപ്പെടുത്തുവാൻ വായുടെ തുറവിയും നാവിൻ്റെ ക്രിയാത്മകതയും വഴിയൊരുക്കുന്നു. ആത്മാവിൻ്റെ ഇരിപ്പിടമാണ് ശരീരം. ശരീരമെന്ന മാധ്യമത്തിലൂടെയാണ് അശുദ്ധാത്മാവ് നമ്മിലെ അരൂപിയെ കീഴടക്കുവാൻ പരിശ്രമിക്കുന്നത്. ആത്മാവിലേക്കുള്ള കവാടമാണ് ശരീരം. ആത്മാവിൻ്റെ വാസസ്ഥലം കൂടിയാണ് ശരീരം. പഞ്ചേന്ദ്രിയങ്ങളാണ് ആ ഭവനത്തിൻ്റെ വാതിലും ജനാലകളും. ബാഹ്യലോകവുമായി ബന്ധപ്പെടുവാൻ ഒരുവനെ ഈ വാതായനങ്ങൾ സഹായിക്കും. എന്നാൽ ശത്രുക്കളെ വെളിയിൽ തടഞ്ഞു നിർത്തുവാൻ അവയ്ക്ക് അരികിൽ കാവൽക്കാരെ നിയോഗിക്കണം. നിതാന്ത ജാഗ്രത എന്നതാണ് ആത്മാവിൻ്റെ ആത്മീയ ഭവനത്തിൻ്റെ പ്രധാന കാവൽക്കാരൻ. അറിവും അനുഭവവും എന്ന യോദ്ധാക്കൾ കൂടെയുണ്ടാകണം. ശക്തനായ ഒരുവൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ് എന്ന് ഉപമാരൂപത്തിൽ കർത്താവ് പറയുന്നത് നമ്മുടെ ആന്തരികതയുടെ സംരക്ഷണത്തെക്കുറിച്ചാണ്. വെളിയിൽ നിന്നും വരുന്ന ശത്രുവിനേക്കാൾ ശക്തമായിരിക്കണം നമ്മുടെ ആന്തരികതയുടെ സംരക്ഷകർ. കർത്താവീശോ ഊമനായ ഒരുവനെ സുഖപ്പെടുത്തി അവന് സംസാരശേഷി നൽകിയ അത്ഭുതകരമായ പ്രവൃത്തിയെ അംഗീകരിക്കുവാൻ കാഴ്ചക്കാരായ ചിലർക്ക് മനസ്സ് വന്നില്ല. അവർ കാഴ്ചക്കാർ മാത്രമായിരുന്നു, ഉൾക്കാഴ്ചയില്ലാത്തവരായിരുന്നു അവർ. ഉൾക്കാഴ്ചയുള്ളവർക്ക് മാത്രമേ ഒരുവൻ്റെ ഉള്ളിൽ നടക്കുന്നതിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. വചനമായ കർത്താവിൻ്റെ ശക്തി ഊമനിൽ പ്രവർത്തിച്ച് അവൻ്റെ വചനത്തെ സ്വതന്ത്രമാക്കിയത് അവർക്ക് കണ്ടറിയുവാൻ സാധിച്ചില്ല. കർത്താവിൻ്റെ ആ പ്രവൃത്തി അതിശയകരമായിരുന്നുവെന്ന് അവർ കണ്ടു. എന്നാൽ അതിൽ അത്ഭുതപ്പെടുന്നതിന് പകരം അതിൻ്റെ പേറ്റന്റ് പിശാചിന് നൽകുവാനാണ് അവർ ശ്രമിച്ചത്. ഈശോ പിശാചുക്കളുടെ തലവനായ ബീൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് അവർ പറഞ്ഞു. പിശാചുക്കളുടെ സാന്നിധ്യവും പ്രവൃത്തികളും അവർക്ക് സുപരിചിതമാണെന്ന് തോന്നും അവരുടെ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ. അത്ഭുതം പ്രവർത്തിച്ച കർത്താവിൻ്റെ ഉള്ളിൽ വസിക്കുന്ന വചനത്തിൻ്റെ സാന്നിധ്യത്തെയും ശക്തിയെയും അവർ തിരിച്ചറിഞ്ഞില്ല. അതുപോലെ അത്ഭുതകരമായ ഈ നന്മപ്രവൃത്തിയുടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കുവാൻ അവർ സന്നദ്ധരായിരുന്നില്ല. അതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം പിശാചിനെ പുകഴ്ത്താനാണ് അവർ ഒരുമ്പെട്ടത്. നന്മയെയും അതിൻ്റെ ഉറവിടത്തെയും തിരിച്ചറിയുവാൻ സാധിക്കാത്തവരുടെ അന്ധത എത്ര വലുതാണ്! അവരുടെ ആത്മീയതയുടെ കവാടങ്ങൾ സംരക്ഷിക്കാതെ ശത്രുക്കളെ അതിഥികളായി അവർ അകത്ത് കടത്തുന്നു. അതുകൊണ്ടാണ് അവർ ശത്രുപക്ഷത്ത് നിൽക്കുന്നതായ പ്രതീതി അവർ ഉളവാക്കുന്നത്. നമ്മുടെ ഉള്ള്, ആന്തരികത, ഇൻറ്റീരിയോരിറ്റി എന്നത് വലിയൊരു രഹസ്യമാണ്. അതൊരു വാസസ്ഥലത്തിൻ്റെ അനുഭവമാണ്. അത് സുരക്ഷിതത്വത്തിൻ്റെ ഭവനവും ദൈവത്തിൻ്റെ വാസസ്ഥലവുമാണ്. അവിടെയാണ് നമ്മൾ വചനമായ ദൈവത്തോട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. അവിടെയാണ് നമ്മൾ ആ വചനത്തെ ശ്രവിക്കുന്നത്. അവിടെയാണ് നമ്മൾ നമ്മളുമായി തന്നെ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. ഈ ആന്തരികതയ്ക്ക് വിപരീതമായിട്ടുള്ള എല്ലാമാണ് ബാഹ്യലോകം. അതിനെ കൂടി ആന്തരികതയുടെ പരിധിയിൽ കൊണ്ടുവരുമ്പോഴാണ് അതും ദൈവരാജ്യമാകുന്നത്. അതായത് ദൈവപരിപാലനയുടെ വിശാല സാന്നിധ്യം. ഇങ്ങനെയൊരു ഉൾക്കാഴ്ചയും ഇന്നത്തെ സുവിശേഷത്തെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ സംസാരശേഷി എന്ന് പറയുന്നത് സൃഷ്ടിയുടെ മകുടമായി നമ്മെ ഉയർത്തിയ ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവം തന്നെ നമ്മിൽ നിക്ഷേപിച്ച കഴിവാണ്. മനുഷ്യന് മാത്രമേ പൂർണ്ണാർത്ഥത്തിൽ സംസാരശേഷിയുള്ളൂ. ആത്യന്തികമായും മനുഷ്യൻ സംസാരിക്കുന്നതും സംസാരിക്കേണ്ടതും ദൈവത്തോടാണ്. ദൈവത്തിൻ്റെ ആമന്ത്രണങ്ങൾ ആന്തരികതയിൽ ശ്രവിച്ചാണ് നമ്മൾ ദൈവത്തിന് ഉത്തരം നൽകേണ്ടത്. അങ്ങനെ ഒരു സംഭാഷണത്തിൻ്റെ വേദിയാണ് നമ്മുടെ ആന്തരികത. അതിനെ ശക്തിപ്പെടുത്തിയാണ് ദൈവാത്മാവ് നമ്മളിൽ വസിച്ച വചനം ഉച്ചരിക്കുവാനും പ്രഘോഷിക്കുവാനും നമുക്ക് ശക്തി നൽകുന്നത്. തീനാവുകളുടെ രൂപത്തിൽ ആദ്യ ശിഷ്യന്മാരിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് തൻ്റെ സാന്നിധ്യം പ്രകടമാക്കുന്നത് നാവ് എന്ന പ്രതീകത്തിലൂടെയാണ്. നമ്മുടെ വചനത്തിൻ്റെ തേരാളിയാണ് നമ്മുടെ നാവ്. ആത്മീയ രഥത്തിൽ എഴുന്നള്ളുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന ഭാവനാചിത്രത്തിന് ഇവിടെ പ്രസക്തിയുണ്ട്. നമ്മുടെ സംസാരശേഷി ആന്തരികതയുടെ തെളിവാണ്. അത് ദൈവസാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നു. ഇന്ന് നമ്മുടെ സംസാരശേഷിയെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടോ?
പലപ്പോഴും സംസാരശേഷി നഷ്ടപ്പെട്ടവരെ പോലെയല്ലേ നമ്മൾ പെരുമാറുന്നത്? നമ്മിലെ വചനവും നമ്മുടെ നാവും സന്നദ്ധമാകേണ്ടത് ആദ്യമേ തന്നെ ദൈവത്തെ സ്തുതിക്കുവാനാണ്. നമ്മിലും നമ്മൾ വസിക്കുന്ന ഈ ലോകത്തിലും അവിടുന്ന് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ വാചാലമാകണം. അതാണ് ദൈവത്തിൻ്റെ സ്തുതിപ്പ്. എല്ലാറ്റിലും ദൈവത്തെ സ്തുതിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസി അതിൻ്റെ ഉത്തമ മാതൃകയാണ്. എല്ലാറ്റിലും ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കണം, അതായത് ഓപ്റ്റിമിസം ഉള്ളവരായിരിക്കണം. നിഷേധാത്മകതയിലൂടെ, നെഗറ്റിവിറ്റിയിലൂടെ നമ്മൾ ദൈവത്തെ മറക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നു. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നതിനും തള്ളിപ്പറയുന്നതിനും തുല്യമാണ്. അത് നമ്മോട് തന്നെ നമ്മൾ കാണിക്കുന്ന അപരാധവുമാണ്. അതുവഴി നമ്മിൽ നടക്കുന്ന അത്ഭുതങ്ങളെയും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയും നമ്മൾ കാണാതെ പോകുന്നു. അങ്ങനെ നമ്മുടെ നാവുകൾക്ക് കുരുക്ക് വീഴുന്നു. അതുവഴി നമ്മുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ അനുഭവിക്കുന്ന കരുണയെയും സ്നേഹത്തെയും പ്രകടിപ്പിക്കുവാൻ നമ്മുടെ നാവുകൾ സ്വതന്ത്രമാകണം. അതിന് ഒരു ആന്തരികതയുടെ സൗഖ്യപ്പെടുത്തുകകൾ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയൊന്ന് സംഭവിക്കുന്നതിൻ്റെ പ്രതീകാത്മകമായ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷത്തിലുള്ളത്. മൂകനായ ഒരുവനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. നമ്മിലെ വചനം ആകേണ്ട ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഒന്നാമതായി ദൈവവചനം പ്രഘോഷിക്കുവാൻ, രണ്ടാമതായി ദൈവത്തിൻ്റെ കരുണ വിളംബരം ചെയ്യുവാൻ, മൂന്നാമതായി ദൈവത്തിൻ്റെ ഹിതം ഏറ്റുപറയുവാൻ, നാലാമതായി നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദമായി തീരുവാൻ, അഞ്ചാമതായി നീതിക്ക് വേണ്ടി നിലവിളിക്കുവാനും വാദിക്കുവാനും, ആറാമതായി സ്വാതന്ത്ര്യപ്പെടുത്തുവാനും ആശ്വസിപ്പിക്കുവാനും, ഏഴാമതായി പ്രോത്സാഹിപ്പിക്കുവാനും പടുത്തുയർത്തുവാനും, എട്ടാമതായി സ്നേഹം പ്രകടിപ്പിക്കുവാനും നന്ദിയോടെ അത് ഏറ്റുവാങ്ങുവാനുമായി. അതുവഴി ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടുകയും സംസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. പ്രതികരിക്കുവാനുള്ളതാണ് നമ്മുടെ നാവുകൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവ്. എവിടെയെല്ലാം നമ്മൾ ഉച്ചരിക്കേണ്ട വാക്കുകൾ ഉച്ചരിക്കാതെ നിശബ്ദരാകുന്നുവോ അവിടെയെല്ലാം നമ്മൾ മനഃപൂർവ്വം ഓമരാകുകയാണ് ചെയ്യുന്നത്. അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ നമ്മുടെ നാവിൻ്റെ ബന്ധനത്തിൽ നിന്നും നമ്മൾ മോചിതരാകണം. അവഗണന അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ നാവുകൾ വാചാലമാകണം. മൂകരാക്കപ്പെട്ടവരുടെ വാചാലതയാകണം നമ്മൾ ഓരോരുത്തരും. നമ്മുടെ നാവുകൾ സന്നദ്ധമാകേണ്ട അവസരങ്ങൾ അനവധിയാണ്. ഈ നിമിഷത്തിൻ്റെ, ഈ മണിക്കൂറിൻ്റെ രോദനങ്ങൾക്കാണ് നമ്മൾ ഉത്തരം നൽകേണ്ടത്. അത് നാളേക്ക് നീട്ടിവയ്ക്കുവാൻ പാടില്ല. പ്രകൃതിക്ഷോഭങ്ങളിൽ, യുദ്ധങ്ങളിൽ, പീഡനങ്ങളിൽ അനീതിപരമായി അനേകർ വിധിക്കപ്പെടുന്നിടത്ത് വാചാലമാകുവാൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടി, അപലരായിരിക്കുന്നവർക്ക് വേണ്ടി, സംസാരശേഷിയില്ലാത്ത ഇതര ജീവജാലങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാവുകൾ ശബ്ദമുയർത്തണം. ഇന്ന് പ്രകൃതി ദുരന്തങ്ങൾക്ക് ബലിയാടുകളാകുന്നവരുടെ മുമ്പിൽ നമ്മൾ നിശബ്ദരായ കാഴ്ചക്കാരാകരുത്. ജിജ്ഞാസുക്കളായ കാഴ്ചക്കാരാകരുത്. ക്യൂരിയസ് ഓൺലുക്കേഴ്സ്. അവർക്ക് വേണ്ടി പ്രാർത്ഥന ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തുവാൻ നമുക്ക് കഴിയണം. അവരോടൊത്ത് കരയുവാനും യാചിക്കുവാനും നമ്മുടെ നാവുകൾക്ക് ശക്തി ഉണ്ടായിരിക്കണം. അവർക്ക് നീതിയും കരുണയും ലഭിക്കുവാൻ നമ്മൾ ശബ്ദമുയർത്തണം. വിധിയെ പഴിക്കുന്നതിന് പകരം വിധി തിരുത്തിക്കുറിക്കുവാൻ നമ്മുടെ ഹൃദയവും നാവും സന്നദ്ധമാകണം. അതിനെല്ലാമുള്ള കഴിവും സുഖപ്പെടുത്തലും കർത്താവിൽ നിന്ന് നമുക്ക് യാചിക്കാം. വചനത്താലാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. നമ്മിലെ കുറവുകളെ പരിഹരിച്ച് പൂർത്തിയാക്കുവാൻ മാംസമായ വചനത്തോട് നമുക്ക് അപേക്ഷിക്കാം. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു.